അവൾ ഇസ്തിദ്റാക്കിന്റെ മകന. മാകാന മുഹമ്മദൻ അബാ അഹദിൻ വിചാരിക്കും, മുഹമ്മദ് അല്ല നിങ്ങൾ ഇന്ന് ആണുങ്ങളായും കൊണ്ടുള്ള ആരുടെയും ബാപ്പയല്ല. അപ്പൊ മുഹമ്മദ് നബിക്ക് ആൺകുട്ടികളൊന്നുമില്ല. അപ്പൊ അയാളെ പ്രസ്താവന നശിച്ചു പോകും, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും എന്നാണ് അവിടുന്ന് കിട്ടുക. അങ്ങനെ വിചാരിക്കണ്ട. വലാക്കി റസൂലുള്ളാഹി വഖാതമൻ നബിയീന, അദ്ദേഹത്തിന്റെ ഹദീസുകളൊന്നും നഷ്ടപ്പെട്ടു പോകൂല. അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ ദീനും അദ്ദേഹം കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ലോകത്തും നഷ്ടപ്പെട്ടു പോകൂല. ആൺകുട്ടി അല്ലാച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കണ്ട. ഇതാലാക്കി നണീനവാൻ. അപ്പൊ ചുരുക്കത്തിൽ ഖാതമുൻ നബിയീന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹദീസുകൾ നഷ്ടപ്പെടാത്ത ആള്, അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ നഷ്ടപ്പെടാത്ത ആള് എന്നാണ് അവസാനത്തെ നബിയർന്ന. എന്നല്ലാതെ അള്ള കുറെ റഹിമാരെങ്ങനെ അച്ചുനോക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹ് ഇപ്പൊ തിരിഞ്ഞു, ഇനിയിപ്പോ ഇതാണ് നിർത്തട്ടെ എന്ന് വെച്ചു. അങ്ങനെയുള്ള അവസാനത്തെ നബീനല്ല. അയാൾ കൊണ്ടുവന്ന പ്രസ്ഥാനം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകൂല, ഹദീസ് നഷ്ടപ്പെടൂല, ആറ്റ് നഷ്ടപ്പെടൂല. അപ്പൊ ഇനി ഒരു നബീനെ അയക്കേണ്ടതില്ലല്ലോ. മുമ്പൊക്കെ നെയ്മാരെ വീണ്ടും വീണ്ടും അയക്കേണ്ടി വന്നത് ആദ്യം വന്ന പ്രവാചകൻ കൊണ്ടുവന്ന അതുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. സംരക്ഷിക്കാനുള്ള പാകതയും പക്വതയും വന്നില്ല, എഴുത്തില്ല, വാരല്ല, കടലാസില്ല, സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ട് ആ ഏടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എവിടെ ഏട്? ബാക്കി 3 കിതാബ് എവിടെ? ഇത് സ്ഥിതിയല്ലപ്പോൾ പറഞ്ഞ തൊട്ടടുത്തുള്ള ഇഞ്ചിയിലെ സ്ഥിതിയല്ലപ്പോൾ പറഞ്ഞ 200 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതാണെന്നുള്ളത്. അതന്നെ എഴുതിയിൽ വെറും ചരിത്രം മാത്രമാണ്. ഈസാ നബിക്ക് ഇറക്കപ്പെട്ടൊന്നും കാണാനില്ല. അപ്പോ ഖാതമുൻ നബിയ്യീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താ? ഹദീസും മാറ്റും നഷ്ടപ്പെടാത്ത നബി. അതുകൊണ്ട് ഇനി നബിനെ അയക്കേണ്ട ആവശ്യമില്ല. ആദ്യം കൊടുത്തയച്ച ആശയം തേഞ്ഞു വാങ്ങി പോയെങ്കിൽ പോരെ വേറെ ആളയക്കര്. അപ്പൊ മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ജഡം നിങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആശയം ഇവിടെ ഉണ്ട്, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതുകൊണ്ട് മറ്റൊരു പ്രവാചകനെ അയക്കൽ ആവശ്യമില്ലാത്ത പ്രവാചകൻ എന്നാണ് ഖാതമുൻ നബിയുടെ അർത്ഥം. ചുരുക്കത്തിൽ ഹദീസ് നഷ്ടപ്പെട്ടു പോയി ഒരിക്കലും പറയാൻ, ഹദീസിന്റെ ചരിത്രം അറിയുന്നവർക്ക് പറയാൻ സാധ്യമല്ല. ഈ പറഞ്ഞ ചരിത്രം, ഈ സംഭവങ്ങളൊക്കെ അറിയുന്നവർക്ക് പറയാൻ സാധ്യമല്ല. ഒരൊറ്റ ഹദീസും വീണ് പോയിട്ടില്ല, മുഴുവൻ അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ സമയവും സന്ദർഭവും നോക്കിയാൽ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവൂ. ആ സമയവും സന്ദർഭവും നോക്കി അതിൽ ഇജ്തിഹാദ് ചെയ്താൽ മുൻഗാമികളായ അയിമത്തറബാത്തിന്റെ അവിടേക്ക് തന്നെ ചെന്ന് മുട്ടും. അത് വിട്ടുകളഞ്ഞ് ഇജ്തിഹാദ് ചെയ്യുമ്പോൾ 5ാമത്തെ മദ്ഹബ് വരുള്ളൂ. റസൂലിന്റെ ജീവിതം 23 വർഷം ഔദ്യോഗിക പ്രവാചകത്വ ജീവിതം, അതിൽ എന്തൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, അത് മുഴുവനും ക്രോഡീകരിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അതുപോലെ മുഴുവനും ക്രോഡീകരിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കളിച്ചു, അന്ന് ഖുർആൻ ഓതി. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹഫിള മൻ ഹഫിള വനസിയ മൻ നസിയ. അപ്പൊ കുറെ ഒഴിവായിട്ടുണ്ട്. ഹഫിള മൻ ഹഫിളാണ് ഈ അർത്ഥങ്ങൾ മറന്നോ? ഹഫിള മൻ ഹഫിളന്റെ അർത്ഥം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് അടുത്തപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ പറഞ്ഞു. അത് മനപ്പാടാക്കിയൊരു മനപ്പാടാക്കി, ചിലര് മറന്നു. ഹഫിള മൻ ഹഫിളന്റെ അർത്ഥങ്ങൾ എന്താ പറയായിരുന്നു? അപ്പൊ മനപ്പാടാക്കിയവരുണ്ട്, മറന്നിട്ടില്ല, മറക്കാത്തവരുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുദൈഫത്തുൽ യമാൻ പറയാണ്, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ആ പറഞ്ഞ നബി പറഞ്ഞ ഇതാന്ന് എനിക്ക് ശരിക്കും വ്യക്തം എങ്ങനെ മനസ്സിലാക്കും. ഇന്നലെ പറഞ്ഞില്ലേ, അബൂ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ഹുദൈഫിനോട് ചോദിച്ചു, അല്ല വലിയ കുഴപ്പം വരുന്ന നബി പറഞ്ഞിട്ടുള്ളോ? അതിനൊരു വാതിലുണ്ട്, ഒരു അടവുണ്ട്, ആ വാതിൽ ഒരിക്കൽ പൊട്ടിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ, അത് സ്വയം തുറക്കലാണോ പൊട്ടിക്കപ്പെടലാണോ എന്ന് ഇസ്കാലി ചോദിച്ചു. അപ്പോ അത് പൊട്ടിക്കപ്പെടലാണെന്നാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാതെ ഉമർ റളിയല്ലാഹു കൊല്ലപ്പെടല ഉണ്ടാകുക ഒക്കെ പഠിച്ചവരൊക്കെ പഠിച്ചിരിക്കണ്. ഹഫിളഹു മൻ ഹഫിളഹു, അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ട്, നമ്മളെ വാദമല്ല. അത് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്ക് ഓർമ്മല്ല. കാലത്ത് കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥം കിട്ടിയില്ല. അപ്പൊ ആ ബുഖാരിയിലെ ഹദീസിലൊക്കെ നമ്മൾ പറഞ്ഞ് അല്ല മുഴുവനും കിട്ടി. ദാബത്തുല്ലാഹിനെ പറ്റി, ദജ്ജാലിനെ 23 കൊല്ലത്തെ ജീവിതത്തിൽ പറഞ്ഞതായ വാക്കുകൾ മുഴുവൻ നിലവിലുണ്ട്. ഈ 23 കൊല്ലക്കാലം ഇറങ്ങിയ ആയത്ത് ഇപ്പൊ ഒരുപാട് 23 കൊല്ലക്കാലം ആയത്ത് ഇറങ്ങിയാൽ ഈ കഥ മുസാഹിബത്തല്ലേ ഉള്ളൂ ഉണ്ടാവുള്ളൂ. ഇതിനെ പറ്റി സംശയമില്ല. അല്ലാതെ പറഞ്ഞത് തന്നെ ഹദീസും ഇത് പറഞ്ഞേനെ പറയല അധികം. നിങ്ങൾ 23 കൊല്ലക്കാലം ക്ലാസ് എടുത്ത മുഴുവൻ പറഞ്ഞാൽ എല്ലാം ജമ്മു ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ എത്ര പേർത്തൊന്നും ഉണ്ടാവില്ല.